ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറാണ് ഒരു ദിവസം ലഭിക്കുന്ന സമയം. എന്നാൽ ചിലരുടെ ജീവിതം ഓരോ വർഷം തോറും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ മറ്റു ചിലരാകട്ടെ എന്നും അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ലേ, ഈ ലോകത്ത് വലിയ വിജയം നേടിയ ആളുകൾ എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നത് എന്ന്? അവർക്ക് കൂടുതൽ സമയം ലഭിക്കുന്നുണ്ടോ? അവർക്ക് നമ്മളെക്കാൾ ബുദ്ധിയോ പണമോ ഉള്ളതുകൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത്. അവർ അവരുടെ പ്രഭാതത്തിലെ ആദ്യത്തെ ആ ഒരു മണിക്കൂർ എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിലാണ് കാര്യം. ഹോൾ എൽറോഡ് എഴുതിയ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ദ മിറാക്കിൾ മോർണിംഗ്. ഈ പുസ്തകത്തിൽ പറയുന്ന നമ്മുടെ ജീവിതം മൊത്തത്തിൽ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന 6 ലളിതമായ ശീലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വെറും 6 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറ്റാമെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. സോ ലെറ്റ്സ് ഡൈവ് ഇൻ. നമ്മളിൽ പലരും വിചാരിക്കുന്നത് രാവിലെ അല്പം വൈകി എഴുന്നേറ്റാൽ എന്താണ് കുഴപ്പമെന്നാണ്. പക്ഷേ ഓരോ ദിവസവും രാവിലെ നമ്മൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ പതുക്കെ പതുക്കെ നമ്മുടെ ഭാവിയെ തന്നെയാണ് മാറ്റി എഴുതുന്നത്. നമുക്ക് 2 മനുഷ്യരെക്കുറിച്ച് ആലോചിച്ച് നോക്കാം. 2 പേർക്കും ദിവസത്തിൽ 24 മണിക്കൂർ തന്നെയാണ് കിട്ടുന്നത്. 2 പേർക്കും വലിയ വലിയ സ്വപ്നങ്ങളും ഉണ്ട്. എന്നാൽ ഒരാൾ രാവിലെ എഴുന്നേൽക്കുന്നത് കൃത്യമായ ഒരു പ്ലാനോടെയാണ്. മറ്റേയാൾ എഴുന്നേൽക്കുന്നത് അയ്യോ വൈകിയല്ലോ എന്ന വെപ്രാളത്തോടെയും. ഒരാൾ തൻ്റെ പ്രഭാതം സ്വന്തം ഭാവി കെട്ടിപ്പടുക്കാൻ ഉപയോഗിക്കുമ്പോൾ മറ്റേയാൾ വെറുതെ സാഹചര്യങ്ങൾക്ക് പിന്നാലെ ഓടുകയാണ്. 5 വർഷം കഴിഞ്ഞു നോക്കിയാൽ ഇവർ 2 പേരും 2 നിലയിലായിരിക്കും. അത് ഭാഗ്യം കൊണ്ട് ഉണ്ടാകുന്നതല്ല, അവരുടെ പ്രഭാതശീലങ്ങൾ കൊണ്ടും ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെയാണ് സ്നൂസ് ബട്ടണിൻ്റെ കാര്യം. വെറും 5 മിനിറ്റ് കൂടി എന്ന് കരുതി നമ്മൾ സ്നൂസ് ചെയ്യുമ്പോൾ നമ്മൾ സത്യത്തിൽ നമ്മുടെ മനസ്സിനോട് പറയുകയാണ്, എനിക്കിപ്പോൾ എഴുന്നേൽക്കാൻ താല്പര്യമില്ല, എൻ്റെ ലക്ഷ്യങ്ങളൊക്കെ ഞാൻ പിന്നെ നോക്കാം. ഈ ഒരു മടി പതുക്കെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലേക്കും വരും. നാളെ ചെയ്യാമെന്നത് അടുത്ത ആഴ്ചയാകും, അടുത്ത ആഴ്ച എന്നത് അടുത്ത വർഷമാകും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ രാവിലെ ഉണരുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റാൻ കഴിയുന്ന നമ്മുടെ ദിവസത്തിൻ്റെ ആദ്യ മണിക്കൂർ, ആ നല്ല പ്രഭാതത്തിനു വേണ്ടി ഹാൽ എൽറോഡ് പറഞ്ഞു തരുന്ന 6 ചെറിയ ശീലങ്ങൾ. ചെറുതാണെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ള ആ ഹാബിറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഓർക്കാൻ വളരെ എളുപ്പമാണ്. SAVERS, സേവേഴ്സ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് S ഫോർ സൈലൻസ്, മൗനം. രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മുടെ മനസ്സ് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ണ് തുറക്കുന്നതിന് മുൻപേ ചിന്തകൾ തുടങ്ങും. ഇന്ന് എന്തൊക്കെ ജോലികൾ ചെയ്യാനുണ്ട്, ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുക, ഇന്ന് ഏത് പ്രോജക്റ്റാണ് സബ്മിറ്റ് ചെയ്യാനുള്ളത്. നമ്മുടെ ശരീരം എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ മനസ്സ് ഓടിത്തുടങ്ങും. ഒരു ദിവസം മുഴുവൻ ഓടുന്ന കാറിന് യാത്ര തുടങ്ങുന്നതിന് മുൻപ് എൻജിൻ ശരിയായി സ്റ്റാർട്ട് ചെയ്യേണ്ടതുപോലെ നമ്മുടെ മനസ്സിനും ഒരു നിമിഷം നിശബ്ദത വേണം. രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ എടുക്കുന്ന ശീലം ആദ്യം ഒഴിവാക്കുക. പകരം ലോകം ഉണരുന്നതിന് മുൻപ് അല്പസമയം പൂർണ്ണമായ മൗനത്തിലിരിക്കുക. അത് 5 മിനിറ്റ് പ്രാർത്ഥനയായിരിക്കാം, ഹോളി ബുക്സ് വായിക്കുന്നതായിരിക്കാം, ധ്യാനമാകാം, അല്ലെങ്കിൽ ദീർഘമായി ശ്വാസമെടുക്കുന്നതുമാകാം. നിങ്ങളുടെ ദിവസം തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടേതാകണം. ശാന്തമായ ഒരു മനസ്സിനെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുള്ളൂ. രണ്ടാമത്തേത് A ഫോർ അഫർമേഷൻസ്, സ്വയം പറയുന്ന വാക്കുകൾ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരോടാണ്? മറ്റാരോടുമല്ല, നമ്മൾ നമ്മളോട് തന്നെയാണ് സംസാരിക്കുന്നത്.
എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എപ്പോഴും വൈകും, എനിക്ക് ഡിസിപ്ലിൻ ഇല്ല. ഇങ്ങനെ ദിവസവും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു ദിവസം അത് സത്യമാണെന്ന് നമ്മുടെ മനസ്സ് വിശ്വസിക്കും. ഒരു കുട്ടിയോട് ദിവസവും നിനക്ക് പഠിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞാൽ അവൻ അത് വിശ്വസിക്കും. നമ്മുടെ മനസ്സും അതുപോലെ തന്നെയാണ്. നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റാൽ പറയൂ, ഞാൻ ഓരോ ദിവസവും മെച്ചപ്പെടുകയാണ്, ഞാൻ സമയം വിലമതിക്കുന്ന ആളായി മാറുകയാണ്, ഞാൻ ഡിസിപ്ലിൻ ശീലിച്ചു കൊണ്ടിരിക്കുകയാണ്, എനിക്ക് തുടങ്ങാൻ കഴിയും. ആദ്യം വാക്കുകൾ മാറും, പിന്നെ ചിന്തകൾ മാറും, പിന്നെ ശീലങ്ങൾ മാറും, അവസാനം ജീവിതവും മാറും. മൂന്നാമതായി വി ഫോർ വിഷ്വലൈസേഷൻ, മനസ്സിൽ കാണുക. ഇന്ന് ഓഫീസിൽ നിങ്ങൾക്ക് വലിയൊരു പ്രസൻറ്റേഷൻ ഉണ്ട്, അതല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ സാധാരണ എന്താ ചിന്തിക്കുക? അയ്യോ, അവിടെ ചെന്ന് തെറ്റിപ്പോകോ, അവരെന്നെ കളിയാക്കോ, അവർ ചോദിക്കുന്നതിനൊക്കെ എനിക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഇതിനു പകരം രാവിലെ 1 മിനിറ്റ് കണ്ണടച്ച് ആ രംഗം ഒന്ന് മനസ്സിൽ കാണുക. നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ റൂമിലേക്ക് നടന്നു പോകുന്നു, എല്ലാവർക്കും കൈ കൊടുക്കുന്നു, ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ചിരിച്ചുകൊണ്ട് മറുപടി നൽകുന്നു. ഇങ്ങനെ മനസ്സിൽ കണ്ട് ശീലിച്ചാൽ യഥാർത്ഥത്തിൽ ആ സാഹചര്യം വരുമ്പോൾ പേടി തനിയെ മാറുകയും നല്ല ആത്മവിശ്വാസം വരികയും ചെയ്യും. അതുകൊണ്ട് എന്നും നിങ്ങൾ കണ്ണുകളടച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിച്ചതായി ഒന്ന് സങ്കല്പിക്കുക. അത് റിയാലിറ്റിയിൽ നമ്മൾ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യണം. ആ സന്തോഷം ഇപ്പോൾ തന്നെ നമ്മൾ അനുഭവിക്കണം. അത് റിയലായിട്ട് നമ്മളെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിക്കണം. അങ്ങനെ നമ്മൾ ആ ഒരു അനുഭൂതിയിലിരിക്കണം. ആരോഗ്യമുള്ള നിങ്ങൾ, സമയത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ, കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ഇരിക്കുന്ന നിങ്ങൾ, ലക്ഷ്യങ്ങൾ നേടിയ നിങ്ങൾ, ഈ കാഴ്ച ദിവസവും മനസ്സിൽ കാണുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ മാറിത്തുടങ്ങും. നിങ്ങളുടെ മനസ്സിന് കൃത്യമായി എന്താണ് വേണ്ടതെന്ന് കാണിച്ചു കൊടുത്താൽ നിങ്ങളുടെ ബ്രെയിൻ അതിനായി തനിയെ പ്രവർത്തിക്കാൻ തുടങ്ങും. നാലാമതായി ഇ ഫോർ എക്സസൈസ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാവർക്കും നല്ല എനർജി ഉണ്ടാവണം എന്നില്ല. പക്ഷേ എനർജി വന്നാൽ എക്സസൈസ് ചെയ്യാമെന്നല്ല, എക്സസൈസ് ചെയ്താൽ എനർജി വരും. രാവിലെ തന്നെ ജിമ്മിൽ പോയി വലിയ വർക്കൗട്ട് ചെയ്യണമെന്നും ഒന്നുമല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബെഡിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ വെറും 10 തവണ കൈകൾ മുകളിലേക്ക് ഉയർത്തി ജമ്പിംഗ് ജാക്സ് ചെയ്യുക, അല്ലെങ്കിൽ കഴുത്തും കൈകാലുകളും ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഈ വെറും 2 മിനിറ്റിലെ ചലനം നിങ്ങളുടെ ബ്രെയിനിലെ ഉറക്കച്ചടവ് പൂർണ്ണമായി മാറ്റി നല്ല എനർജി തരും. ഒരു 5 മിനിറ്റ് നടന്നാൽ പോലും രക്തയോട്ടം കൂടും, മസ്തിഷ്കം ഉണരും, മനസ്സും ഉണരും. ഓർക്കൂ, ചലിക്കുന്ന ശരീരത്തിലാണ് ഉണർന്ന മനസ്സ്. ആർ ഫോർ റീഡിംഗ്. വിജയിച്ച എല്ലാ മനുഷ്യരുടെയും ഒരു പ്രധാന ശീലമാണ് വായന. നമ്മൾ ദിവസവും സോഷ്യൽ മീഡിയയിൽ എത്ര സമയം ചെലവഴിക്കുന്നു? രാവിലെ ഫോൺ എടുക്കുന്നതിന് മുന്നേ 10 മിനിറ്റെങ്കിലും അതൊരു പുസ്തകത്തിനായി മാറ്റിയാൽ? ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസം 10 പേജ്, ഒരു മാസം ഏകദേശം ഒരു പുസ്തകം, ഒരു വർഷം 12 പുസ്തകങ്ങൾ, 5 വർഷം 60 പുസ്തകങ്ങൾ. മറ്റൊരാൾ വർഷങ്ങൾ കൊണ്ട് നേടിയ അനുഭവ സമ്പത്ത് നിങ്ങൾക്ക് വെറും മണിക്കൂറുകൾ കൊണ്ട് വായിച്ചു പഠിക്കാം. നിങ്ങളറിയാതെ നിങ്ങളുടെ ചിന്ത തന്നെ മാറും. പുസ്തകങ്ങൾ വിവരങ്ങൾ മാത്രമല്ല തരുന്നത്, അവ പുതിയ വീക്ഷണങ്ങൾ തരുന്നുണ്ട്. അവസാനമായി എസ് ഫോർ സ്ക്രൈബിംഗ്, എഴുത്ത്. രാവിലെ ഒരു ഡയറി എടുത്ത് നിങ്ങളുടെ ചിന്തകളും ലക്ഷ്യങ്ങളും അന്ന് ചെയ്യേണ്ട കാര്യങ്ങളും എഴുതി വയ്ക്കുക. ഇത് നിങ്ങളുടെ ചിന്തകൾക്ക് നല്ലൊരു വ്യക്തത തരും. ഇങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ അനാവശ്യ ചിന്തകൾ മാറി അന്ന് ചെയ്യേണ്ട കാര്യങ്ങളിൽ കൃത്യമായ ഒരു വ്യക്തത നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും ആ ഡയറിയിൽ? യുവർ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയാം. ദൈവം നൽകിയിട്ടുള്ള ഓരോരോ ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ മുതൽ വലിയ അനുഗ്രഹങ്ങൾ വരെ ഓർത്ത് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറഞ്ഞുകൊണ്ട് എഴുതാം. ദൈവവിശ്വാസിയാണെങ്കിൽ
ദൈവത്തിനോട് നന്ദി പറഞ്ഞെഴുതാം. അതല്ലെങ്കിൽ യൂണിവേഴ്സൽ പവറിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവും. ആ യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതാം. പിന്നെ ഗോൾസ്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, അതെന്നും എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് ഒന്നുകൂടി ഉറയ്ക്കും. നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള തിടുക്കം കൂടും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കും. അത് നമ്മുടെ മനസ്സിന് ഒരു റിമൈൻഡർ ആയിരിക്കും, നമ്മുടെ ഗോൾസ് നമ്മളെപ്പോഴും എഴുതുമ്പോൾ. അതുപോലെ ലെസൺസ്, നമ്മൾ പഠിച്ച പാഠങ്ങൾ, ഐഡിയാസ്, നിങ്ങളുടെ ആശയങ്ങൾ. ഇങ്ങനെ ദിവസവും എഴുതാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു കാണിയല്ല, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എഴുത്തുകാരനാകും. ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് 6 ശീലങ്ങളാണ്. പക്ഷേ സത്യത്തിൽ ഈ 6 ശീലങ്ങളുടെ കഥയല്ല. ഇതൊരു പുതിയ ജീവിതം തുടങ്ങാനുള്ള തീരുമാനത്തിൻ്റെ കഥയാണ്. നാളെ രാവിലെ അലാറം അടിക്കുമ്പോൾ നിങ്ങൾക്ക് 2 വഴികളേയുള്ളൂ. ഒന്നാമത്തേത്, എപ്പോഴും ചെയ്തതുപോലെ സ്നൂസ് അമർത്തി പഴയ ജീവിതം തന്നെ തുടരാം. രണ്ടാമത്തേത്, കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് സ്വന്തം ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം കുറിക്കാം. ഓർക്കൂ, വിജയിച്ച ആളുകൾക്ക് നമ്മളെക്കാൾ കൂടുതൽ സമയം ലഭിച്ചിട്ടില്ല. അവർക്കും 24 മണിക്കൂർ തന്നെയാണ്. പക്ഷേ അവർ ഒരു കാര്യം മനസ്സിലാക്കി: ഓരോ വലിയ വിജയത്തിൻ്റെയും തുടക്കം ഒരു ചെറിയ ശീലത്തിൽ നിന്നാണ്. ഒരു ദിവസം രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് ജീവിതം മാറില്ല. പക്ഷേ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ജീവിതം മാറാതിരിക്കില്ല. അതുകൊണ്ട് നാളെ രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ എടുക്കരുത്. ആദ്യം ഒരു നിമിഷം നിശബ്ദമായിരിക്കൂ. നിങ്ങളോട് നല്ല വാക്കുകൾ പറയൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ മനസ്സിൽ കാണൂ. ശരീരം ഒന്ന് ചലിപ്പിക്കൂ. 2 പേജ് വായിക്കൂ. ഒരു വരിയെങ്കിലും എഴുതൂ. അത്രമാത്രം. ചെറിയ തുടക്കങ്ങളെ ഒരിക്കലും ചെറുതായി കാണരുത്. കാരണം ഒരു വിത്തിൽ നിന്നാണ് ഒരു വൻമരം വളരുന്നത്. ഒരു സൂര്യോദയത്തിൽ നിന്നാണ് ഒരു ദിവസം തുടങ്ങുന്നത്. ഒരു തീരുമാനത്തിൽ നിന്നാണ് ഒരു ജീവിതം മാറുന്നത്. ഒരുപക്ഷേ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതം മാറ്റില്ല. പക്ഷേ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെടുക്കുന്ന ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതം മാറ്റിയേക്കാം. അത് നാളെയാണോ അല്ലെങ്കിൽ വീണ്ടും നാളെ മുതൽ ആണോ, ആ തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ ഒരു വാക്ക് മാത്രം എഴുതൂ: നാളെ എൻ്റെ ഡേ 1. ആ കമൻറ്റ് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ്. നിങ്ങളുടെ എല്ലാ പ്രഭാതങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ ഒരു ചുവടുകൂടി അടുപ്പിക്കട്ടെ. Keep smiling, stay inspired.